ഹായ് ഡിയർ, ഇത്തവണ നാട്ടിൽ നിന്ന് വളരെ അത്യാവശ്യമായിട്ട് ഖത്തറിലോട്ട് തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഭയങ്കര ഫെയറാണ് കേട്ടോ. സ്വതവേ ഖത്തറിലേക്ക് നല്ല ടിക്കറ്റ് ഫെയറാണ്, പക്ഷേ ഒരു 40,000 ഉള്ളിലൊക്കെ നോക്കുമ്പോഴേക്കും നല്ല ഫെയർ. അപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പോൾ കുറച്ചെങ്കിലും ഒരു ബെറ്റർ ആയിട്ട് തോന്നിയത് സലാം എയറിൻ്റെ ഫെയറാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 11 മണിക്കൂർ ലേ ഓവർ ഉണ്ട് എയർപോർട്ടിൽ. അങ്ങനെ അത് തന്നെ എടുത്ത്, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ എടുത്ത് പുറത്തിറങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എടുത്തത്. അങ്ങനെ ഒമാനിൽ ഇറങ്ങി അവിടെ എമിഗ്രേഷനിൽ പോയപ്പോൾ, സാധാരണ ഞാൻ ഒമാനിൽ പോകുമ്പോൾ 50 റിയാലിൻ്റെ വിസ എടുക്കലുണ്ട്. ഓൺ അറൈവൽ വിസ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിസ എടുത്ത് വെക്കും. 5 റിയാലാണ് ഒമാൻ്റെ, 5 റിയാൽ, നമ്മൾ 50 റിയാൽ, അങ്ങനെയായിരുന്നു എടുക്കുന്നത്. അപ്പോൾ ഇത്തവണ എമിഗ്രേഷനിൽ പോയപ്പോൾ നമുക്ക് GCC റെസിഡൻറ്റ് ID ഉള്ള ആളുകൾക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളുകൾക്കും ഫ്രീ ആണെന്ന് പറയുന്നത് കേട്ടു. പക്ഷേങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. പക്ഷേ GCC കൺട്രിയിലെ ID ഉള്ള ആളുകൾക്ക് 15 ദിവസം നമുക്ക് ഒമാനിൽ നിൽക്കാം, വിസ ഫ്രീ ആണ്. ഞാൻ രാവിലെ 6:10 ഒമാനിലെത്തിയത്. പിന്നെ എനിക്ക് വൈകിട്ട് 5:10 ഫ്ലൈറ്റ്. അപ്പോൾ ശരിക്കും 2 മണിക്കൂർ മുമ്പൊന്നും നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടില്ല. നമുക്ക് ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് പാസ് കിട്ടുന്നത് കൊണ്ട് നമ്മളൊരു 1 മണിക്കൂർ നേരത്തെയൊക്കെയാണ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എത്തേണ്ടിയുള്ളൂ. അപ്പോൾ ഞാനൊരു 4:10 ആകുമ്പോഴാണ് എത്തിയത്. അവർ നമ്മുടെ അടുത്ത് എമിഗ്രേഷനിൽ ചോദിക്കും ആരാണ് നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നതും, പിന്നെ ഡീറ്റെയിൽസും ചോദിക്കും ഒമാനിലുള്ള ആളെ. അപ്പോൾ എനിക്ക് ബ്രദർ ഉള്ളത് കാരണം ബ്രദറായിരുന്നു വന്നത്. നമ്മൾ ഖത്തറിനൊക്കെ ഒരു ദിവസം കൊണ്ട് കറങ്ങാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ഖത്തറിന് ഒരു ദിവസം കൊണ്ട് കുറച്ചൊക്കെ ഏരിയ നമുക്ക് കവർ ചെയ്യാം. പക്ഷെ അതുപോലെ അങ്ങനെ കവർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഒമാൻ. പക്ഷെ നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലം കൂടിയാണ്. ഒരുപാട് കുന്നും മലയൊക്കെ ആയിട്ടുള്ള വേറെ തന്നെ ഒരു വൈബാണ് GCCയിലെ ഒമാനിലുള്ളത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 1-2 വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോട്ട് റൈഡുമാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ 1-2 കസിൻസും റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ മാക്സിമം കാണാൻ പറ്റുന്ന ആളുകളൊക്കെ ഞാൻ ആ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഖത്തറിലോട്ടൊക്കെ വരുമ്പോൾ ഖത്തറിൽ എപ്പോഴും നല്ല ഫെയറാണ് ടിക്കറ്റിന് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമാൻ വഴി നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഒമാനിലേക്ക് എടുക്കുക, പിന്നെ 2 ദിവസമോ 3 ദിവസമോ നിന്നിട്ട് നമുക്ക് തിരിച്ച് എവിടെയാണോ പോകാനുള്ള അവിടേക്ക് പോകാം. നമ്മൾ ആരെങ്കിലും പിക്ക് ചെയ്യാനും താമസമൊക്കെ സൗകര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ എടുത്ത് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകലായിരിക്കും നല്ലത്. ഞാൻ പിന്നെ കസിനെയും ഫ്രണ്ടിനെയും ഒക്കെ കണ്ട് ഫുള്ള് അടിച്ച് പൊളിച്ചിട്ടാണ് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഖത്തറിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ആർക്കെങ്കിലും അവസരം ഉണ്ടെങ്കിൽ വിസ എടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാതിരിക്കണ്ട. ഫ്രീ ആണ്, എല്ലാവരും ഒന്ന് പോയി അടിച്ചു പൊളിച്ച് വരാം.